ഹലോ മക്കളെ, ഇന്ന് നമുക്കൊരു വെണ്ടക്കത്തോരൻ ചെയ്യാം. വെണ്ടക്ക ഉണ്ട്, സവാള ഉണ്ട്, പച്ചമുളകുണ്ട്, തക്കാളി ഉണ്ട്, വേപ്പിലുണ്ട്. ഇനി നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിടാം. കടുകിടാം. കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്ക് വേപ്പില ഇടാം. പൊട്ടട്ടേട്ടാ. കടുക് നല്ലോണം പൊട്ടി വേപ്പില ഇടാം. വേപ്പില ഇട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം സവാള ഇടാം. കഴിഞ്ഞാൽ ഇത്തിരി ഉപ്പിടുന്നത് നല്ലതാണ്. പെട്ടെന്ന് സവാള കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇടാം. പച്ചമുളക് ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി വന്നതിന് ശേഷം നമുക്കൊരു തക്കാളി ഇടാം. ചെറിയ 2 നാടൻ തക്കാളി ഇല്ലെങ്കിൽ നാടൻ തക്കാളി ഇടാം. നമുക്ക് നാടൻ എപ്പോഴും കിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇടുന്നത് നാടൻ തക്കാളിയാണ് കേട്ടോ. രണ്ട് മിനിറ്റ് മൂടി വെക്കാം. പിന്നെ നല്ലോണം ഇളക്കാം. മുകളിൽ മഞ്ഞൾപ്പൊടി ഇടാം. നല്ലോണം വഴഞ്ഞതിന് ശേഷം ഇത്തിരി ഇടിച്ചമുളക് ഇടാം. നല്ല ടേസ്റ്റാണ് വെണ്ടക്കയിൽ ഇത്തിരി ഇടിച്ചമുളക് ഇടണം. ഇത്തിരി 2 സെക്കൻഡോ 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ശരി, 2 മിനിറ്റ് ആയി. നമുക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം. വെണ്ടക്ക ഇടാം. തിരുപ്പിടാം. വെണ്ടക്ക മൂടി വെക്കാം. ഇനി നമുക്ക് നോക്കാം. വെണ്ടക്ക നല്ലോണം വെന്ത് ഇത്തിരി ചോറും കൂട്ടി വെണ്ടക്കത്തോരൻ കഴിച്ച് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.